ഞാൻ ദീപ. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ്. ഇത് തലേന്നാണ്, പൊങ്കാലയുടെ തലേന്ന് ഞങ്ങൾ ലൈറ്റൊക്കെ കാണാനായിട്ട് ഇറങ്ങിയാണ് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം വരെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഇടവഴിയിലെല്ലാം എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. ഇത് ഞങ്ങളുടെ ആ ലെയിനകത്ത് തന്നെയുള്ളതാണ്, മടത്തുവിളാകം. ഞങ്ങളുടെ ആ ലെയിൻ്റെ പേര് തന്നെ ഇതാണ്. അപ്പോൾ അവിടെയാണ് അന്നദാനത്തിനുള്ള പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലേന്ന് തന്നെ അരിയലും പാചകത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ആ ഒരു ലെയിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ലൈറ്റാണ് ഈ ഒരു ലെയിൻ മൊത്തം കേട്ടോ. ഈ ലെയിൻ മാത്രമല്ല, ഒരുവിധം എല്ലായിടത്തും എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് അലങ്കരിച്ചിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാനൊരു രസമാണ്. അപ്പോൾ അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്ക് ഇറങ്ങിയാണ്. ഓരോ വീടിൻ്റെയും ഫ്രണ്ടിൽ കല്ലൊക്കെ കെട്ടി ഇങ്ങനെ സ്ഥലമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലർ പേപ്പറൊക്കെ എഴുതി വയ്ക്കും, ചിലർ കല്ല്. പിന്നെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കാഞ്ഞിരവിളാകം ക്ഷേത്രം ഉള്ളത്. അവിടെയും എന്തോ ഉത്സവമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയും ലൈറ്റും പിന്നെ വെടിക്കെട്ടും ഒക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ വൈകിട്ട് ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന കുന്നുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെയൊന്നും ഞങ്ങളിങ്ങനെ പൊങ്കാല നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. കാരണം വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ഇടവഴികളിലോ ഒന്നും കണ്ടിട്ടില്ല. കൂടുതലും നമ്മൾ ലോ കോളേജ് ജംഗ്ഷനിൽ കുറച്ച് പേരിരിക്കുന്ന കാണാം. പിന്നെ കണ്ണമൂല ജംഗ്ഷനിൽ കുറച്ച് പേരിരിക്കുന്ന കാണാം. പിന്നെ അങ്ങോട്ട് ഞാൻ ഓഫീസിൽ പോകുന്ന വഴിയിൽ നമ്മുടെ ബൈപ്പാസിൻ്റെ അവിടെയൊക്കെ കുറച്ച് പേരായിട്ട് അവിടെ ആയിട്ടിരിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് ആണ് ഇത്ര അടുക്കി ആൾക്കാർ ഈവൻ വീടിൻ്റെ ഫ്രണ്ടിലായാലും ഈ ഇടവഴികളിലാണെങ്കിലും ഒക്കെ പൊങ്കാല ഇട്ട് കണ്ടേക്കുന്നത്. ഞങ്ങളിവിടെ താമസമായിട്ട് 5 വർഷമായി. അപ്പോൾ ആദ്യത്തെ 2 വർഷം ഞങ്ങൾ പുറത്തോട്ടേ ഇറങ്ങിയിട്ടില്ല. കാരണം പൊങ്കാലയുടെ ദിവസം ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ ഇറങ്ങി ഇനി ഈ വഴിയിൽ ഇങ്ങനെ പൊങ്കാലയ്ക്കായിട്ട് അടുപ്പ് കൂട്ടിയിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതൊരു റെസ്പെക്റ്റ് കുറവാകുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടേ ഇല്ല. പിന്നെ പരിചയമൊക്കെ ആയി, ആൾക്കാരൊക്കെ ആയിട്ട് പരിചയമായതിനു ശേഷമാണ്. പിന്നെ കൊറോണയും കൂടെ വന്ന സമയത്താണ് എല്ലാവരും വീട്ടിലൊക്കെ ഇടാൻ നേരത്ത് നമ്മൾ അവിടെ പോയി നിന്ന് നോക്കി ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയത്. അതിനുശേഷം ഇപ്പം നമുക്കും ഏതാണ്ട് നാഷണൽ ഫെസ്റ്റിവൽ പോലാണ് ഞങ്ങൾ പൊങ്കാലയുടെ തലേന്നും പിറ്റേന്നും ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ലൈറ്റ് കാണാനൊക്കെ ആയിട്ട്. ഞങ്ങൾക്ക് അവിടെ കുന്നുഴിയിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഇതുപോലൊരു ആഘോഷം എന്ന് പറയുന്നത് സെബസ്ത്യാനോസിൻ്റെ പെരുന്നാളാണ്. അപ്പോൾ അന്ന് സ്ട്രീറ്റ് എല്ലാം ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ പെരുന്നാളിൻ്റെ പുണ്യാളിനെ കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. ഒരു വൈകിട്ട് ഒരു 3 മണി തൊട്ട് രാത്രി 10 മണി വരെ. പിന്നെ വെടിക്കെട്ട്, ചെണ്ടമേളം, പഞ്ചാരി മേളം ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെ ഒരു വൈബാണ് എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ തോന്നുന്നത്. കാരണം അമ്പലത്തിൽ നിന്ന് ഉള്ള പഞ്ചാരി മേളം അതൊക്കെ കാണാം അവിടെ പോയി നിന്നാൽ. അല്ലാതെ പിന്നെ ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. ആകെപ്പാടെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടിക്കാണ്. അപ്പോൾ ഇത് രാവിലെ, പൊങ്കാലയുടെ ദിവസം രാവിലെ തൊട്ട് അയൽപ്പക്കത്തൊക്കെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എല്ലാവരും ഒന്ന് സെറ്റായത്. അടുപ്പൊക്കെ റെഡിയായി. ഇത് റെസിഡൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഈ ഭദ്രദീപം കൊണ്ടുവരുന്നതാണ്. ആറ്റുകാലിലെ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിട്ട് പിന്നെ അത് അസോസിയേഷനിലെ എല്ലാവരെയും ഇങ്ങനെ വണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും കേട്ടോ. അതാണിത്. ഇതിൽ നിന്ന് തന്നെയാണ് പിന്നെ തിരി കത്തിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും ഇവരുടെ പുറകെ പോയി എല്ലാം ഇങ്ങനെ കാണാനായിട്ട് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. ഇത് ഞങ്ങളുടെ ആ വീടിൻ്റെ ഏരിയയിലുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണിത്. പിന്നെ റോഡ് മുഴുക്കെ ഇത് തന്നെ, എല്ലാ വീടിൻ്റെയും അകത്തൊക്കെ ഒത്തിരി ആൾക്കാർ പുറത്തുനിന്നൊക്കെ വന്നവരുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആനിയുടെ ഒരു ഫ്രണ്ടിനെയും വിളിച്ചിട്ട് അപ്പോൾ അവളെയും കൂടെ ഇതൊക്കെ കാഴ്ചയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് രാവിലെ 2 എണ്ണവും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവരെയും കൊണ്ട് ഞങ്ങൾ പേട്ട വരെയൊക്കെ നടന്ന്, പേട്ട ജംഗ്ഷനിലോട്ടൊന്നും പോയില്ല, ഇവിടെ ഇന്ന് തന്നെ കണ്ടു. നല്ല വെയിലായിരുന്നു. അപ്പോൾ ആനിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, അന്ന പ്രത്യേകിച്ചും ഫോട്ടോയൊക്കെ ആയിട്ട് ക്യാമറയൊക്കെ ആയിട്ട് നടപ്പുണ്ട്. ഇത് ഞങ്ങളുടെ ആ ഒരു ലെയിൻ്റെ എൻട്രൻസ് ആണേ. സാധാരണ അടുപ്പ് കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി റോഡിലൊക്കെയുള്ള കാഴ്ച കാണാനായിട്ട് ഇറങ്ങുന്നത്. ഇത്തവണ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്, കത്തിക്കുന്നതിനും മുന്നേ. അപ്പോൾ കുറേ പേരെ കാണാൻ പറ്റി.
അതായത് ഞാൻ ഇപ്പം പുറത്തോട്ട് ഇറങ്ങുന്ന കുറവാണ്, ബിസി ആയതുകൊണ്ട്. ഇങ്ങനെ പോകുമ്പോൾ കൈവീശി കാണിച്ചങ്ങ് പോകുന്ന ആൾക്കാരെ കുറേ പേരെയൊക്കെ നേരിട്ട് കണ്ട്, ഓൾഡ് ഫ്രണ്ട്സിനെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു സമയം ഇതാണ് കേട്ടോ. എല്ലാവരുടെയും വീട് അടുത്തടുത്താണ്. ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ കുറേ അവരുടെ ചെറുപ്പത്തിൽ തന്നെ വന്ന് താമസിച്ച ആൾക്കാരായതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പരിചയമാണ്. നമ്മളൊക്കെ ഉള്ളൂ ന്യൂ ബീസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് എന്ന് പറയാനായിട്ട്. എങ്കിൽ പോലും വലിയ കാര്യമാണ്. അപ്പം നമുക്ക് എല്ലാവരെയും പരിചയമുള്ളവരെ എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിക്കാനൊക്കെ ഉള്ളൊരവസരമായിരുന്നു കേട്ടോ. അതായത് 10:15 അവിടുന്ന് തന്നെ തീ ഇങ്ങനെ പകർന്ന് പോവാണ്. അപ്പോൾ ഇതേ സംസാരപ്രിയയായ മറ്റൊരു ഫ്രണ്ടാണ് എൻ്റെ. അപ്പോൾ പുള്ളിക്കാരനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. കുറേ നേരം നമ്മൾ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. ഇനിയിപ്പം ഉച്ചയ്ക്ക് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇവർ പൊങ്കാല ഇടട്ടെ. അപ്പോൾ പൊങ്കാലയൊക്കെ ഇടുന്നത് കണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആനി എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ പൊങ്കാല ഇടാത്തതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിലിടാമല്ലോ, എനിക്കെന്തായാലും പുറത്ത് നിന്ന് പൊങ്കാല ഇടാനുള്ള ആവതില്ല. ഈ വെയിലും കൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ പെയിനെല്ലാം വയ്യ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് എന്നാൽ പിന്നെ പൊങ്കാല ഉണ്ടായിക്കളയാം, അതുമല്ല ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ഇച്ചിരി പച്ചരി വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു തുള്ളി ഒരു പിടി പച്ചരി ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് ഇച്ചിരി ശർക്കരയും തേങ്ങയും പിന്നെ നമ്മൾ ഏലക്ക അല്ല ഇട്ടത്, വാനില എസൻസ്. അപ്പോൾ ഒരു പരിഷ്കാരി പൊങ്കാല ഞങ്ങൾ വീട്ടിലും ഇട്ടു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന അന്നും പിള്ളേരൊന്നും കഴിക്കാറൊന്നുമില്ല, എക്സ്പെരിമെൻറ്റ്സ്. പക്ഷെ എന്തായാലും ആനി കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ചോറ് വെച്ചിരുന്നു, എങ്കിലും അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായിപ്പോയി. 11:30 തൊട്ട് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ ഇത് അസോസിയേഷൻകാർക്ക് മാത്രമായിട്ട് ഈ ഒരു കൗണ്ടർ, അല്ലാണ്ട് വേറെ കൗണ്ടേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എനിക്കൊന്ന് തോരനൊക്കെ തീർന്നു പോയായിരുന്നു. കാരണം 12:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതെല്ലാം റെസിഡൻസിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കേട്ടോ. ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ. എല്ലാ പരിപാടിക്കും അവരിങ്ങനെ ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ്, ഞങ്ങൾ കുറച്ചേ മേടിച്ചുള്ളൂ. ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇത് പച്ചടി, കൂട്ടുകറി, എനിക്ക് തോന്നുന്നു അച്ചാറ്, സാമ്പാർ, തോരനൊക്കെ ഉണ്ടായിരുന്നു. തോരൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നൊരു 1:15 ആയപ്പോഴത്തേക്കും, ഇത്തവണ 1:15 പൊങ്കാല നിവേദിക്കുന്ന ടൈം. പണ്ട് എനിക്കൊന്ന് 3-3:15 ആയിരുന്നു. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ഹെലികോപ്റ്ററൊക്കെ ചന്നം പിന്നം പോകാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം എനിക്ക് ഇവിടെ വരുന്ന തീർത്ഥം തളിക്കാൻ വരുന്ന ഒന്ന് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞാൻ കുറേ നേരമായി, ഒരു 1:15 തൊട്ട് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2 മണി അടുപ്പിച്ചാണ് ആൾ വന്നത്. അപ്പോൾ തീർത്ഥമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോൾ പോകാനുള്ള ആൾക്കാർ, ദൂരെ നിന്ന് വന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കുറേ പേര് ഓൾറെഡി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. കാരണം ഇനി അങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും, റോഡിലോട്ട് ഇറങ്ങാനേ ഒക്കത്തില്ല. ഇപ്പം ഇറങ്ങിയാൽ പോലും ട്രിവാൻഡ്രം കടന്ന് കിട്ടണമെങ്കിൽ ടൈം എടുക്കും. കാരണം പുറത്തുനിന്ന് വന്ന വണ്ടികളുണ്ട്, ആ വണ്ടികളെല്ലാം തിരിച്ചു പോകണം. പിന്നെ വണ്ടികളുടെ അടുത്തേക്ക് എത്തണം. പിന്നെ ആറ്റുകാൽ പോകേണ്ട ആൾക്കാർക്കൊക്കെ അവിടോട്ട് പോകണം. അപ്പം മൊത്തത്തിൽ തിരക്കാം. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിൽ പെട്ടു എന്ന് കരുതിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വൈകിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ കാഞ്ഞിരവിളാക അമ്പലത്തിൽ എന്തോ ഗർഡൻ തൂക്കോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറ്റുമെങ്കിൽ അതും വൈകിട്ടൊന്ന് പോയി കാണണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് ഈ വെയിലത്തൊക്കെ പോയിട്ട് ആകെ തളർന്നിരിക്കുക. അപ്പോൾ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്ന് ഞാനേ തളർന്ന്. അപ്പോൾ പിന്നെ ഈ വെയിലത്ത് നിന്നിങ്ങനെ പൊങ്കാല ഇട്ട ആൾക്കാരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പങ്കായിട്ടുള്ള പൊങ്കാല പങ്ക് വന്നു കഴിഞ്ഞു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ശ്യാമള ചേച്ചി കൊണ്ടുവന്നു. അപ്പോൾ ഇതോടെ നമ്മുടെ ഇത്തവണത്തെ പൊങ്കാല വിശേഷം തീർന്നിരിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.